അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാണ് എന്ന വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായിട്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ വന്നു. അതിവിശാലമായ പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അവ ഭൂമിയുമായി ബന്ധം പുലർത്തിയെന്നതിന് പക്ഷേ തെളിവൊന്നും പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ താൻ കണ്ടിട്ടില്ല എന്നും ഇൻസ്റ്റാ പോസ്റ്റിൽ ബരാക് ഒബാമ പറഞ്ഞു. അത് വിവരങ്ങളുമായിട്ട് ഗൗതം ആമ്രകുഞ്ചം നമ്മോടൊപ്പം ചേരും. ഗൗതം, ഇത് എങ്ങനെയാണ് ഈ പ്രസിഡന്റ്, അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ആൾ, പ്രത്യേകിച്ചും ബരാക് ഒബാമയെ പോലെ ഒരാൾ ഇത്തരമൊരു വിഷയത്തിലേക്ക് വന്നത്? ഇതിപ്പോൾ ഇന്നത്തെ ഒരു വിശദീകരണ പോസ്റ്റാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നേരത്തെ അദ്ദേഹം ഈ അന്യഗ്രഹ ജീവികളുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിശദീകരണമായിട്ട് വരേണ്ടി വന്നത്? വലിയ വിമർശമൊക്കെ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാവുമല്ലോ അദ്ദേഹത്തിനെതിരെ, അല്ലേ? തീർച്ചയായിട്ടും സനീഷ്, അതായത് ഈ വിഷയം ഇപ്പോൾ വളരെ സജീവമായി ചർച്ചയ്ക്ക് വരാൻ കാരണം ബ്രയൻ ടൈലറുമായി നടത്തിയിട്ടുള്ള, നമുക്കറിയാം പ്രമുഖ യൂട്യൂബറാണ് ബ്രയൻ ടൈലറുമായി നടത്തിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ, അതായത് അദ്ദേഹത്തിൻ്റെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി പറയുന്ന ഒരു സെഷനുണ്ട്. ആ സെഷനിലാണ് തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഏതെന്ന് ചോദിക്കുമ്പോൾ ഏലിയൻസിനെ കുറിച്ച് പറയുന്നു. പിന്നീട് അതിനുശേഷം താൻ ഏലിയൻസിനെ കുറിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷിത കേന്ദ്രം എന്ന് കരുതുന്ന നൊവാഡയിലെ സെക്ടർ ഏരിയ 51 എന്നുള്ള സ്ഥലത്ത് അന്യഗ്രഹ ജീവികളെ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. അതൊരു തമാശ എന്ന രൂപേണയാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും പിന്നീട് താൻ പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടത്തിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും, പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് അറിയാതെ ഏരിയ 51 സുരക്ഷിത കേന്ദ്രത്തിനകത്ത് അന്യഗ്രഹ ജീവികളെ താമസിപ്പിക്കാൻ സാധിക്കില്ല എന്നുമുള്ള തരത്തിൽ ഒബാമ പറഞ്ഞു വെക്കുകയും ചെയ്തു. നേരത്തെയും അദ്ദേഹം സമാനമായ രീതിയിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. താൻ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അക്കാലത്തൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് ഒബാമയുടെ വർഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ നിലനിൽക്കുന്നുണ്ടെന്നും അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും, പക്ഷേ സൗരയൂഥങ്ങൾ തമ്മിലുള്ള ദൂരം വലിയ ദൂരമാണെന്നും ആ ദൂരത്തിനപ്പുറത്തുള്ള വസ്തുതകളെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവനിൻ്റെ സാധ്യതയെക്കുറിച്ചോ ഒന്നും നമുക്ക് നിലവിൽ പറയാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തനിക്കതിൽ ഉറപ്പ് പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നും, താൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലൊന്നും അത്തരത്തിൽ ഭൂമിയുമായി അന്യഗ്രഹ ജീവികൾ ബന്ധപ്പെട്ടതിൻ്റെയോ വന്നതിൻ്റെയോ പോയതിൻ്റെയോ ഒരു തരത്തിലുള്ള ഇടപെടലുകളോ തെളിവുകളോ ഉണ്ടായിട്ടില്ല എന്നുമുള്ള ഒരു വിശദീകരണമാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. ഇതിൽ രസകരമായൊരു കാര്യം, ഈ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വിവിധ ചർച്ചകൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഒബാമയുടെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഈ പോഡ്കാസ്റ്റ് പുറത്തു വരുന്നത്. പോഡ്കാസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ പ്രസിഡന്റ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന നിലയിൽ ചർച്ചകൾ വന്നപ്പോഴാണ് വിശദീകരണ പോസ്റ്റുമായി ഒബാമയ്ക്ക് രംഗത്ത് വരേണ്ടി വന്നത്. സനീഷ്.